അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഉംറ കഴിഞ്ഞ് മടങ്ങവേ വാഹനാപകടം. കുറ്റിപ്പുറം സ്വദേശികളായ ഡോക്ടറും ഉമ്മയും മരണപ്പെട്ടു. ഖത്തറിൽ നിന്നും റോഡ് മാർഗം വിശുദ്ധ ഉംറ നിർവഹിക്കാനായി സൗദി അറേബ്യയിലെത്തിയ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 പേർ മരണപ്പെട്ടു. മലപ്പുറം തിരൂർ രാങ്ങാട്ടൂർ നടുവട്ടം തെക്കേപീടിക്കൽ ഹൌസിൽ അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ 52-കാരിയായ രഹന, ഇവരുടെ മൂത്ത മകൾ 29-കാരിയായ ഡോക്ടർ നഹ്ല നർമിൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ തോയിഫിൽ നിന്നും റിയാദിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ദലം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. മക്കയിലെ ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി അതീവ സന്തോഷത്തോടെ ഖത്തറിലേക്ക് തന്നെ തിരികെ മടങ്ങുകയായിരുന്ന കുടുംബമാണ് വഴിമധ്യേ അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന അബ്ദുൽ ലത്തീഫ്, ഇവരുടെ മറ്റു 2 പെൺമക്കൾ പേരക്കുട്ടി എന്നിവർ അത്ഭുതകരമായാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ഇവരുടെ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഹൈവേയിലൂടെ വാഹനം ഓടിച്ചു പോകുന്നതിനിടെ ശക്തമായ കാറ്റിൽ റോഡിലൂടെ പറന്നുവന്ന പ്ലാസ്റ്റിക് ഷീറ്റ് പെട്ടെന്ന് ലാൻഡ് ക്രൂയിസർ കാറിന്റെ മുൻവശത്തെ വിൻഷീറ്റിൽ ഗ്ലാസിൽ വന്ന് ഒട്ടിപ്പിടിക്കുകയായിരുന്നു. ഇതോടെ ഡ്രൈവർക്ക് മുന്നോട്ടുള്ള കാഴ്ച പൂർണ്ണമായും മറയുകയും നിയന്ത്രണം വിട്ട വാഹനം അതിവേഗ പാതയിൽ വെച്ച് പലതവണ തലകീഴായി മറിയുകയുമായിരുന്നു. ദീർഘകാലമായി ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അബ്ദുൽ ലത്തീഫ് പ്രമുഖ സ്ഥാപനമായ ഖത്തർ പെട്രോ കെമിക്കൽ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഉമർകുട്ടി മെഹർനീസ കുമ്മത്ത് ദമ്പതികളുടെ മകളാണ് അപകടത്തിൽ മരിച്ച രഹന. വാഹനാപകടത്തിൽ മരണപ്പെട്ട ഉമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നിലവിൽ ദലം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക നിയമ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ സൗദി അറേബ്യയിൽ തന്നെ ഖബറടക്കാനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.